ചന്ദ്രനെ പുനർനിർമ്മിക്കാൻ കഴിയുമോ? യൂറോപ്യൻ സ്പേസ് ഏജൻസി അഥവാ ESAയും ജർമ്മൻ എയ്റോസ്പേസ് സെന്ററും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ശ്രമത്തിലാണ്. ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിനേക്കാൾ വലിപ്പമുള്ള പ്രതലം, അതിൽ ചന്ദ്രനിലേതുപോലെയുള്ള 900 ടൺ ഗ്രൗണ്ട് അപ്പ് അഗ്നിപർവ്വത പാറകളുടെ ശേഖരം. ജർമ്മനിയിലെ കൊളോണിന് സമീപം സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ ആസ്ട്രോനോട്ട് സെന്ററിലെ ലൂണ ഫെസിലിറ്റിയിൽ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ മൂണിനെ തയ്യാറാക്കിയിരിക്കുകയാണ്. സീലിംഗിൽ ഘടിപ്പിച്ച ചലിക്കുന്ന ട്രോളികൾ ഉപയോഗിച്ച് ചന്ദ്രനിലെ കുറഞ്ഞ ഗുരുത്വാകർഷണ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ചന്ദ്രനിലുള്ള ഭൂരിഭാഗം കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ESAയുടെ ബഹിരാകാശ യാത്രികനായ അലക്സാണ്ടർ ഗേസ്റ്റ് പറഞ്ഞു. പൊടികളും പാറകളും നിറഞ്ഞതാണ് ചന്ദ്രനിലെ ഉപരിതലം. ചലനത്തെയും കാഴ്ചശക്തിയെയും പരിമിതപ്പെടുത്തുന്ന സ്പേസ് സ്യൂട്ടുകളായിരിക്കും തങ്ങൾ ധരിക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ എന്താണ് ESAയുടെ ചാന്ദ്ര ദൗത്യം? ലൂണ അനലോഗ് ഫെസിലിറ്റി എന്നാണ് ഈ സൗകര്യത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇവിടെ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാണുന്ന പാറയായ റെഗോലിത്ത് വിരിച്ചിട്ടുണ്ട്. ESA, നാസ പോലുള്ള ബഹിരാകാശ ഏജൻസികളുടെ ഭാഗമായ ബഹിരാകാശ യാത്രികർക്ക് ചന്ദ്രനിലെ അത്തരം സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ പരിശീലനം നൽകുന്ന 700 ചതുരശ്ര മീറ്റർ വലുപ്പമുള്ള ഹോളും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 900 ടൺ റെഗോളിത്ത് മെറ്റീരിയൽ ഇവിടെ ഉണ്ടെന്നും ഉപരിതലത്തിലെ റെഗോളിത്ത് നിറഞ്ഞ അന്തരീക്ഷത്തിൽ ചലിക്കുന്നതിനുള്ള പരിശീലനം നൽകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്നുമാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ ലൂണ ഫെസിലിറ്റി എഞ്ചിനീയറും മൂൺ സ്ട്രാറ്റജി ലീഡുമായ യൂർഗൻ ഷൾസ് പറയുന്നത്. ഇറ്റലിയിലെ മൗണ്ട് എറ്റ്നയിലെ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള മണ്ണ്, ജർമ്മനിയിലെ ഈഫൽ പ്രദേശത്ത് നിന്നുള്ള മണ്ണ്, നോർവേയിൽ നിന്നുള്ള പാറകൾ എന്നിവ ഉപയോഗിച്ചാണ് റെഗോളിത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ജർമ്മനിയുടെ മാത്യാസ് മൗററും ഫ്രാൻസിന്റെ തോമസ് പെസ്കയും സാമ്പിളുകൾ എങ്ങനെയാണ് ശേഖരിക്കുന്നതെന്നും യഥാർത്ഥ ചന്ദ്രനിലെ ഒരു ഗർത്തം പര്യവേഷണം ചെയ്യുന്നത് എങ്ങനെയെന്നും വിവരിച്ചു. ബഹിരാകാശ യാത്രികരുടെ സ്പേസ് സ്യൂട്ടുകളുടെ പുറം ഭാഗത്ത് കേബിളുകൾ ഘടിപ്പിക്കും. അവർ നടക്കുമ്പോൾ ഇത് പിന്നിലേക്ക് വലിക്കും, ചാടുമ്പോൾ താൽക്കാലികമായി ഇത് നിർത്തുകയും ചെയ്യും. ചന്ദ്രനിലെ ചെറിയ തോതിലുള്ള ഗുരുത്വാകർഷണ ബലം അനുഭവിക്കാനും അനുകരിക്കാനുമായി ബഹിരാകാശ യാത്രികർ പാരാബോളിക് വിമാനങ്ങളും നീന്തൽ കുളങ്ങളും ഉപയോഗിച്ചതായി ഡോയ്ച്ചെ വെലെ റിപ്പോർട്ട് ചെയ്തു. വളരെ ഉയരത്തിൽ നിന്ന് 45 ഡിഗ്രി ചെരിവിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ട് ഗുരുത്വാകർഷണ ബലം നഷ്ടപ്പെടുന്നത് പുനഃസൃഷ്ടിക്കാൻ പാരബോളിക് ഫ്ലൈറ്റുകൾ പുനർനിർമ്മിച്ച ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നു. ബഹിരാകാശ സഞ്ചാരികൾക്കായി പരിശീലനം നടത്താൻ നീന്തൽ കുളങ്ങളും പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ സീബൻ ഗർബിച്ച് പർവ്വതനിരയിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത അഗ്നിപർവ്വതത്തിലെ പാറ കൊണ്ടാണ് ചന്ദ്രനിലെ മണ്ണ് കൃത്രിമമായി നിർമ്മിച്ചിരിക്കുന്നത്. ബഹിരാകാശ യാത്രയ്ക്കായി നിലവിൽ ESA, നാസയാണ് ആശ്രയിക്കുന്നത്. നാസയുടെ ആർട്ടമിസ് പദ്ധതിയുടെ ഭാഗമായി ചന്ദ്രനിലേക്ക് പറക്കാൻ പോകുന്ന ഓറിയോൺ ക്രൂ ക്യാപ്സ്യൂളിനായുള്ള സർവീസ് മൊഡ്യൂൾ നിർമ്മിക്കുന്നതും ESA ആണ്. ബഹിരാകാശ യാത്രികർ ചാന്ദ്ര ദൗത്യത്തിന് പോകുന്നുവെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം പഠിക്കേണ്ടതുണ്ട്. ലൂണ അനലോഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് ലൂണ റോവറുകൾ ടെസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെ ബഹിരാകാശ യാത്രികർക്ക് എല്ലാ പരിശീലനവും നൽകുക എന്നതാണ് പദ്ധതി.